ഇപ്പോൾ വരുന്ന സങ്കടകരമായ ഒരു വാർത്ത. കോഴിക്കോട് നല്ലളം മോഡേൺ ബസാറിൽ നടന്ന അപകടത്തിൽ 3 പേർ മരിച്ചു എന്ന വാർത്ത രാവിലെ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ കൂടി മരിച്ചപ്പോൾ മരണം 4 എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ സംസ്ഥാനത്താകെ മരണം 7 ഉയർന്നു. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അജി, ഈ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ കൂടി അവിടെ ആശുപത്രി ചികിത്സയിലാണെന്ന് നമ്മൾ അറിയുന്നു. എന്തായാലും ഈ മരണം എപ്പോഴാണ് സ്ഥിരീകരിച്ചത്? എസ് കെ അല്പസമയം മുൻപാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശ്യാംലാൽ മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആയിരുന്നു ചികിത്സയിലായിരുന്നു ശ്യാംലാലാണ് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്നത്. രണ്ടുപേരും ഗുരുതരമായി പരിക്കേറ്റത്, 2 പേരും വെന്റിലേറ്ററിലാണ്. അതിൽ ശ്യാംലാലാണ് അല്പസമയം മുൻപ് മരണപ്പെട്ടത്. ഈ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അമിത വേഗതയിൽ എത്തിയ കാർ നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിച്ചാണ് ഇന്ന് പുലർച്ചെ 3 മണിക്ക് ഇത്തരത്തിൽ അതിദാരുണമായ ഈ അപകടം നടന്നിരിക്കുന്നത്. കാറിന്റെയും അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പോലീസ് പ്രാഥമികമായി നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് 4 പേരാണ് ഇന്ന് കോഴിക്കോട് മരണപ്പെട്ടത്. എസ് കെ എൻ എന്തായാലും സങ്കടകരമായി പോയി അജി. നമുക്ക് ഈ റോഡിൽ കൂടുതൽ ആളുകൾ മരിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലും എടുക്കാൻ അധികാരികളും അതുപോലെ ജനങ്ങളും തീരുമാനിക്കണം എന്നുകൂടി നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരല്പം വേഗം കുറച്ച് പോയാലും കുഴപ്പമില്ല. എത്തിച്ചേരാൻ ഇത്തിരി വൈകിയാലും ജീവൻ ബാക്കി കിടക്കും എന്നുള്ളത് ഓർമ്മിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.